ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വൈകുന്നേരം ചായക്കൊപ്പാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴേക്ക് കഴിക്കാനായിട്ട് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു അവൽ സ്നാക്കാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൾ കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിലാണ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. തീരെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സവാള നമുക്ക് ഈ ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകും കൂടിയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഈ സമയം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തേക്കണം. കാരണം എരിവിന് വേണ്ടിയിട്ട് വേറെ ഒന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു പച്ചമുളക് തന്നെ ധാരാളം മതിയാവും. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം. ഒരുപാട് കൂടിപ്പോകരുത് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നത്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത ചെറിയ ജീരകപ്പൊടിയാണ് ഉള്ളതെങ്കിൽ നമ്മൾ മുഴുവൻ ജീരകം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും. കൂടെ തന്നെ പിന്നെ അതുപോലെ വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം കൂടി. മുഴുവൻ പെരുംജീരകമാണ് എടുത്തിട്ടുള്ളത്. പെരുംജീരക പൊടി ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പിഞ്ചളവിൽ കായപ്പൊടിയും കൂടിയാണ്. നമ്മുടെ സാധാരണ സാമ്പാർ കായം തന്നെയാണ്. സ്കിപ്പ് ചെയ്യാതെ ഇതിലേക്കൊന്ന് ചേർത്തേക്കണം. ഈ ഒരു അളവിൽ അല്പം മാത്രം മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടിയാണ്. കറിവേപ്പില എപ്പോഴും കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കറിവേപ്പില ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് അവലും കൂടി. ഞാനിപ്പോൾ ഇതുപോലെ നല്ല തിന്നായിട്ടുള്ള അവലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിപ്പോൾ എടുക്കുന്ന അവൽ നല്ല കട്ടിയായിട്ടുള്ള അവലാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിട്ട് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് പിഴിഞ്ഞ് വേണം എടുക്കാനായിട്ട്. ഈ തിന്നായിട്ടുള്ള അവലിന് അതിൻ്റെ ആവശ്യമില്ല. നേരെ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 കപ്പ് അളവിലേ ഉണ്ടാവുള്ളൂ. 1 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കടലപ്പൊടിയും കൂടിയാണ്. നമ്മൾ ഈ കടലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചിങ്ങനെ ടേസ്റ്റ് കൂടും. അതിന് വേണ്ടിയിട്ടാണ്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മതിയാവും. 3 ടേബിൾ സ്പൂൺ നിറയെ എടുക്കണം. ഈ ഒരു അളവിൽ മാത്രം മതി. ഇതുപോലെ. അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി. നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും എണ്ണയിലേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പോകും. അങ്ങനെ പിരിഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി മസ്റ്റായിട്ട് നമ്മൾ മറക്കാതെ ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. ഇതുപോലെ ഇതും വളരെ കുറച്ച് അളവിൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. നമ്മളിപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും കുറച്ച് കൂടുതലായിട്ട് തോന്നും. പക്ഷേ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഫസ്റ്റ് ടൈം തയ്യാറാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ ഈ ഒരളവിൽ ഉപ്പ് ചേർക്കുകയാണ്. ഇത്രയും തന്നെ ധാരാളം മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഫസ്റ്റിലെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. അവലൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടാനും ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ നമുക്ക് വേണ്ടി വരും. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ വെള്ളം ചേർക്കുകയാണ്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമ്മളിപ്പോൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ വെള്ളമായി പോകാൻ പാടില്ല. ഈ ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇതുപോലെ അധികം വെള്ളമായി പോകരുത്. എങ്കിൽ പിന്നെ അകം നന്നായിട്ട് വെന്ത് കിട്ടില്ല. അതിൻ്റെ പേരിലാണ് ചെറുതായിട്ട് ഇപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമുക്കിങ്ങനെ കയ്യിലേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവണം. ഇതുപോലെ വേണം വരാനായിട്ട്. ഇനി നമുക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇത് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എണ്ണയെല്ലാം ഇവിടെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു സൈസിനാണ് ഞാനിപ്പോൾ എണ്ണയിലേക്ക് ഇടുന്നത്. ഇതിൽ നിന്നും വലിയ സൈസിലേക്ക് ഇടാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. എങ്കിൽ പിന്നെ അകം ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടില്ല. തീരെ ചെറിയ പീസിലിടുന്നതാണ് ഏറ്റവും നല്ലത്.
എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതും ഉടൻ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. ഏകദേശം ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അതും ഫ്ലെയിം നമ്മൾ മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കാനും പാടില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകൾ മാത്രമേ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഇതുപോലെ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ ഉണ്ടല്ലോ, കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഏകദേശം 2-3 ദിവസം വരെ ഇത് കേടാകാതെ തന്നെ ഇരിക്കും. നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലോ ആക്കി നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലാക്കി സൂക്ഷിച്ചിരുന്നാൽ മതിയാവും. നമ്മളിപ്പോൾ എങ്ങനെയാണോ പൊരിച്ചെടുക്കുമ്പോൾ ആ ഒരു ക്രിസ്മസ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ 2-3 ദിവസം കഴിഞ്ഞാലും ഉണ്ടാവും. മാക്സിമം 3 ഡേയ്സ് ആണ്. അതിൽ കൂടുതൽ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇതുപോലെ ചെറിയ എന്തെങ്കിലും ഒരു സ്പൂൺ കൊണ്ട് മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതിയാവും. ഒരുപാട് വലിയ സ്പൂണിട്ട് ഇളക്കാൻ വേണ്ടി നിൽക്കരുത്. ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്നാക്ക് എല്ലാം ഇതുപോലെ അത്യാവശ്യം ഇങ്ങനെ മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ആകുമ്പോഴത്തേക്കും ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കണം. നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പിന്നീട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ അകം നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. എങ്കിൽ പിന്നെ പുറം ഭാഗം പെട്ടെന്ന് കളറ് മാറിയിട്ട് അകം വേകാതെ കിട്ടും. അതിൻ്റെ പേരിലാണ് ഞാനിത് എടുത്ത് പറയുന്നത്. ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ആ ചിരിച്ചിലാന്നുള്ള സൗണ്ടൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇതുപോലുള്ള സ്നാക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമ്മളിത് എടുക്കാൻ ടൈം ആകുമ്പോഴത്തേക്കും ഒരു 10-15 സെക്കൻഡിന് മുമ്പായിട്ട് ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് കൂട്ടി വെക്കണം. അപ്പോൾ ഇതിനുള്ളിൽ എന്തെങ്കിലും എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്ത് പോയിക്കോളും. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു 3-4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് ചെറുതായിട്ടൊന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് എടുക്കാം. പച്ചമുളക് മുഴുവനെ ചേർത്തിട്ട് ഒരുപാട് സമയം എണ്ണ ഇടരുത് കേട്ടോ. അപ്പോൾ എണ്ണയെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അതിൻ്റെ പേരിലാണ്. ഒരല്പം പോലും എണ്ണയൊന്നും വലിച്ചെടുക്കാതെ നല്ല കറുമുറാ നമ്മുടെ ഈ അവൽ സ്നാക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ഇനി ഒരു സ്റ്റെപ്പ് കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുണ്ട്. അതും കൂടി പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മളിങ്ങനെ വളരെ കുറഞ്ഞ ചേരുവയാണെന്നുണ്ടെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. വീട്ടിൽ അവലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ഞാൻ പറഞ്ഞതുപോലെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഒന്നും മറക്കാതെ എന്നെ അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.